ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമംഗലത്ത് നിന്നും എല്ലാവരും കൂടി ദേവമംഗലത്ത് മിത്രയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം നന്ദിതയും അതുപോലെ അനന്തനും മാത്രമേ ദേവമംഗലത്തെ മുറ്റത്തേക്ക് കയറുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വേലിക്ക് പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, അതും നോക്കിക്കൊണ്ട്. അപ്പം എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ ഹൈപ്പ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അങ്ങനെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ നന്ദിത വന്ന് മിത്രയെ വിളിക്കുക. മിത്രേ, മോളെ ഇറങ്ങി വാ, മോളെ മിത്രേ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം ഗോമതി ഇത് കേൾക്കുന്നുണ്ട്. ഗോമതി പെട്ടെന്ന് തിണ്ണയിലേക്ക് ഇറങ്ങി വരികയാണ്. എന്താ കാര്യം എന്നറിയാതെ എല്ലാവരെയും മാറി മാറി നോക്കുക. അപ്പം അനന്തനോ നന്ദിതയോ ഗോമതിയോടൊന്നും തന്നെ പറയുന്നില്ല. വീണ്ടും മിത്രയെ വിളിക്കുക. അത് കേൾക്കുന്ന ഗോമതി ബാലനെ വിളിക്കും. ബാലേട്ട, ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറയണം. അപ്പം ബാലൻ പെട്ടെന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. എന്താ ഗോമതി കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ദേ ഇത് നോക്കിക്കേ എന്ന് പറയാം. വീണ്ടും മിത്രയെ വിളിക്കുമ്പോൾ മിത്രയും അകത്തു നിന്ന് ഇറങ്ങി വരിക. അമ്മയോ എന്ന് ചോദിച്ചാൽ വളരെയേറെ ആകാംക്ഷയോട് കൂടിയാണ് നമ്മുടെ മിത്ര അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്താ അമ്മേ? അപ്പം അച്ഛനും ഉണ്ട് കേട്ടോ. പെട്ടെന്നാണ് അച്ഛനെ കാണുന്നത്. അച്ഛനും ഉണ്ടോ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത്? കയറി വാ, അകത്തിരുന്ന് സംസാരിക്കാം എന്ന് മിത്ര പറയാ. അകത്തേക്ക് ഞങ്ങൾ കയറുന്നില്ല, ഞങ്ങൾ മോളെ വിളിക്കാനായിട്ടാണ് വന്നത് എന്ന് നന്ദിത പറയും. എന്നെ വിളിക്കാനോ എന്നുള്ള രീതിയിൽ അന്തം വിട്ട് രണ്ടുപേരെ നോക്കി നിൽക്കുകയാണ് കേട്ടോ മിത്ര. ഇത് കാണുന്ന ഗോമതി ചോദിക്കും, എന്തൊക്കെയാണ് നന്ദിത ഈ പറയുന്നത്? മിത്രയെ വിളിച്ചുകൊണ്ട് പോകാനോ എന്ന് ചോദിക്കുകയാണ്. അതെ, അനുശ്രീയും അലോകും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയല്ലേ ആര്യനും മിത്രയും തമ്മിലുള്ള കല്യാണവും കഴിഞ്ഞത്. ഇനിയും അവളെ ഇവിടെ നിർത്തുന്നത് ശരിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ട് പോകാമായിരുന്നല്ലോ, അതിലൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ വന്ന് വിളിക്കത്തില്ലേ, അതിലെന്താ തെറ്റ് എന്ന് വീണ്ടും നന്ദിത ചോദിക്കുക. അത് കാണുന്ന രാജശ്രീക്കും അച്യുതനും ഒരുപാട് സന്തോഷം തോന്നുക. അങ്ങനെ അങ്ങ് ചോദിക്കടത്തി എന്നുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. പെട്ടെന്ന് അനന്തം പറയും, മോളെ അച്ഛനെ പേടിച്ചിട്ടല്ലേ നീ ഈ കല്യാണത്തിന് പോലും സമ്മതിച്ചത് എന്ന് പറയാം. അപ്പോൾ ഗോമതിയും ബാലനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. ആരും പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. അകത്ത് മിത്ര എന്ത് തീരുമാനം എടുക്കുമെന്നറിയാതെ ആരിനും പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇന്നലെ തങ്ങൾ തമ്മിലുണ്ടായ വഴക്കും മിത്രയുടെ മാനസികാവസ്ഥയും എല്ലാം കൂടി ചേർന്ന് അവൾ ഇറങ്ങിപ്പോകുമോ എന്നൊരു ഭയം ആര്യൻ്റെ മനസ്സിലുണ്ട്. അപ്പം നമ്മുടെ മീനാക്ഷിയും ആര്യനെ നോക്കി നിൽക്കുക. മോളെ അച്ഛന് ഒരു ദേഷ്യവും മോളോടില്ല എന്ന് അനന്ത വീണ്ടും പറയാം. നീ ഇങ്ങനെ വേറൊരു വീട്ടിൽ അച്ഛനെ പേടിച്ച് കഴിയേണ്ട ഒരാവശ്യവും ഇല്ല മോളെ എന്ന് പറയാണ് കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോഴത്തേക്കും മിത്രയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുക. മോൾ എൻ്റെ കൂടെ കൃഷ്ണമംഗലത്തേക്ക് വാ. അപ്പം പെട്ടെന്ന് ഗോമതി പറയും, അങ്ങനെ മിത്രമോളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഗോമതി ഇടയ്ക്ക് കയറി സംസാരിക്കുക. അപ്പം മീനും പറയും, അതെ, മിത്ര ആര്യൻ്റെ ഭാര്യ, അവൾ ഇവിടെ തന്നെ കഴിയും എന്ന് തീർത്ത് പറയാണ്. നന്ദിത പറയും, ഗോമതി ഒരു കാര്യം ചോദിക്കട്ടെ? അപ്പം എന്താണെന്നുള്ള രീതിയിൽ നോക്കുക. ബാലേട്ടൻ വന്ന് വിളിച്ചപ്പം അനുശ്രീ ഒരു എതിർപ്പും ഇല്ലാതെ കൃഷ്ണമംഗലത്ത് നിന്ന് ഇറങ്ങിപ്പോയില്ലേ എന്ന് ചോദിക്കുക. അപ്പം അനുശ്രീയും ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അന്നേരം അതിന് ഗോമതിക്ക് മറുപടി ഒന്നുമില്ല. അപ്പോൾ പിന്നെ അനന്തേട്ടൻ എന്താ പറഞ്ഞത്, അത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുക. അന്ന് അനുശ്രീ വന്ന് ബാലൻ വിളിച്ചപ്പം ഒരിക്കലും എതിർത്തില്ലല്ലോ. അനുശ്രീയുടെ തീരുമാനം അതാണെങ്കിൽ നമ്മൾ ആരും എതിർക്കണ്ടെന്നല്ലേ അനന്തേട്ടൻ പറഞ്ഞത്, അല്ലാതെ എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം അത് ശരിയായതുകൊണ്ട് തന്നെ ഗോമതി അങ്ങനെ നിൽക്കുക. അനുശ്രീയുടെ തീരുമാനം ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് മിത്രയുടെ കാര്യവും. മിത്രയെ തിരിച്ചു വിളിക്കുന്നത് അവളുടെ അച്ഛനാ, എന്താ അല്ലാതാകുന്നുണ്ടോ എന്ന് ഗോമതിയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഗോമതി പറയും, അതെങ്ങനെ ശരിയാകും നന്ദിത എന്ന് പറയാ. പെട്ടെന്ന് ബാലൻ പറയും, ഗോമതി നന്ദിത പറഞ്ഞത് ന്യായമായ കാര്യം തന്നെയാ എന്ന് പറയാം. അനുശ്രീക്കുള്ള അതേ ന്യായം തന്നെയാണ് മിത്രയ്ക്കും ഉള്ളത്. അനന്തനും നന്ദിതയും പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാ എൻ്റെ അഭിപ്രായം എന്ന് പറയണേ. അപ്പം ബാലൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഗോമതിക്കും മീനുവിനും കൂടുതൽ എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല. ദേ നിങ്ങളുടെ മകളിതാ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് ബാലൻ പറയാട്ടോ. ദേവമംഗലത്ത് അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ബാലൻ വീണ്ടും ഇങ്ങനെ പറയാം. അപ്പം ബാലൻ എന്താ പറയുന്നതെന്ന് അറിയാതെ മിത്രയും ബാലൻ പറയുന്നത് ശ്രദ്ധിച്ച് നിൽക്കുക. ആര്യൻ ഇതുവരെ സ്ഥിര വരുമാനമായിട്ടുള്ള ഒരു ജോലി പോലും ആയിട്ടില്ല എന്ന് പറയാം. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം അച്യുതന് ഒരുപാട് സന്തോഷം തോന്നുക. ഭാവിയിൽ നല്ലൊരു ജോലി കിട്ടുമോന്നോ മിത്രയുടെയും ആര്യൻ്റെയും ജീവിതം സുരക്ഷിതമായിരിക്കുമെന്നോ ഒന്നും എനിക്ക് ഉറപ്പ് പറയാനും പറ്റില്ല എന്ന് ബാലൻ തീർത്ത് പറയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കേൾക്കുമ്പം ആര്യനും ഒരുപാട് സങ്കടം തോന്നുന്നുണ്ടേ.
പക്ഷേ കൃഷ്ണമംഗലത്ത് അങ്ങനെയല്ല എന്ന് ബാലൻ വീണ്ടും പറയാം. അവിടെ അവൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും അവൾക്ക് ചുറ്റുമുണ്ട്, സമ്പത്തുമുണ്ട്, സുരക്ഷിതമായ ഒരു ജീവിതവും കിട്ടും. സുരക്ഷിതമായി സന്തോഷമായി സൗഭാഗ്യമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കൃഷ്ണമംഗലത്തുണ്ട് താനും. അതുകൊണ്ട് മിത്ര എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. മിത്ര തന്നെ എന്ത് വേണമെന്ന് തീരുമാനിക്കട്ടെ എന്ന് ബാലൻ തീർത്തു പറയാൻ കേട്ടോ. ബാലൻ്റെ ശബ്ദത്തിന് മുകളിൽ മറ്റൊരാൾക്കും ഒന്നും പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും മിണ്ടാതെ നിൽക്കുക. ഇതേ സമയം ആര്യനും ഈ ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. മിത്ര എന്ത് തീരുമാനം എടുക്കും എന്നുള്ളൊരു ഭയം ആര്യന് ശരിക്കും ഉണ്ട്. പെട്ടെന്ന് മിത്ര 1 മിനിറ്റ് എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുക. അന്നേരം ആര്യനെ നോക്കുന്നുണ്ട് കേട്ടോ. ആര്യൻ്റെ മുഖത്തു നിന്ന് മിത്രയ്ക്ക് എന്ത് ചെയ്യണം എന്നൊന്നും വായിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഇന്നലെ തന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ആളാണല്ലോ ആര്യൻ. അതുകൊണ്ട് തന്നെ മിത്രയാണെങ്കിൽ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. പെട്ടെന്ന് റൂമിലേക്ക് കയറിപ്പോയ മിത്ര അവിടെ നിന്ന് ബാഗും തൻ്റെ ഡ്രസ്സും എല്ലാം എടുത്ത് ബാക്ക് ചെയ്യുക. പെട്ടെന്ന് ആര്യനാണെങ്കിൽ റൂമിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം തൻ്റെ ഭാഗമെല്ലാം എടുക്കാൻ നേരത്ത് മിത്ര മനസ്സിലിങ്ങനെ ചിന്തിക്കുക, വേണ്ട, ഇതൊന്നും എടുക്കണ്ട, ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ചു പോകാം, അതാ അതിൻ്റെ ശരി, ഇതൊന്നും എൻ്റേതല്ലല്ലോ, ഇവിടുന്ന് വാങ്ങിച്ചു തന്നതല്ലേ എന്ന് പറയാം. പെട്ടെന്ന് മിത്ര ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയും, നമ്മൾ പിരിയ ആര്യ എന്ന് ആര്യൻ്റെ മുഖത്ത് നോക്കി പറയാം. ഇത് കേൾക്കുന്ന ആര്യൻ ഭയന്ന് വിറച്ച് വിശ്വസിക്കാൻ കഴിയാതെ മിത്രയെ നോക്കുകയാണ് കേട്ടോ. ഇത്ര വേഗം മിത്ര ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ആര്യനും തീരെ പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുക. വീണ്ടും മിത്ര ആര്യൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. എന്നിട്ട് ആര്യനോട് പറയും, ഇത് തന്നെയാണ് തീരുമാനം. വിധി ഗുരുവായൂർ വെച്ച് നമ്മളെ യോജിപ്പിച്ചു. ആ വിധി തന്നെ നമ്മളെ പിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കരുതിയാൽ മതി എന്ന് പറയാം. സ്വരം നന്നായി ഇരിക്കുമ്പം പാട്ട് നിർത്തണമെന്ന് പഴമക്കാർ പറയാറുണ്ടല്ലോ. അതുപോലെ നമ്മുടെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ വന്നു തുടങ്ങി. ഈ വഴക്ക് ഇനിയും ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് ഇതൊന്നും ശരിയാകില്ല. വഴക്ക് കൂടി ജീവിതം തന്നെ ഇല്ലാതാകുന്നതിലും നല്ലത് ബന്ധം അവസാനിപ്പിക്കുന്നതാ ആര്യ എന്ന് മിത്ര ആര്യനോട് പറയാണ് കേട്ടോ. കഴിഞ്ഞ കുറേ നല്ല ഓർമ്മകൾ മാത്രം മതി ഇനി അങ്ങോട്ട് എനിക്ക് ജീവിക്കാൻ എന്ന് മിത്ര വീണ്ടും ആര്യനോട് പറയാം. ആരും കരുതും ഞാൻ വിളിച്ചിട്ടാ അച്ഛൻ വന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല. സത്യമായിട്ടും ഞാൻ എൻ്റെ അച്ഛനോടോ അമ്മയോടോ എൻ്റെ വിഷമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ കരഞ്ഞത് എൻ്റെ അച്ഛൻ്റെ കാതിൽ എത്തിക്കാണും. അവരവരുടെ അച്ഛനും അമ്മയും മാത്രമേ മക്കൾക്ക് വേണ്ടി കാണൂ എന്ന് പറയുന്നത് എത്ര സത്യ. ഏതായാലും ദേവമംഗലത്തിൻ്റെ വിശുദ്ധിയും ഞാൻ ഇവിടെ നിന്ന് ഒട്ടും തന്നെ കുറയ്ക്കുന്നില്ല. ഞാൻ പോവാ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിളിച്ചല്ലോ. സന്തോഷിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങൾ തന്ന ആളാ ആര്യൻ. അതുകൊണ്ട് തന്നെ തന്നോട് എനിക്ക് ഒട്ടും വെറുപ്പില്ല. ആ ഓർമ്മകളുമായിട്ടാണ് ഞാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങുന്നത് എന്ന് മിത്ര ആര്യനോട് പറയാണ് കേട്ടോ. അപ്പോൾ ആര്യൻ ഒന്നും മറുപടി പറയുന്നില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലർ പറയും, ഇനി നമ്മൾ അങ്ങോട്ട് നല്ല സുഹൃത്തുക്കളായിരിക്കുമെന്ന്. അത് വേണ്ട. നമ്മൾ തമ്മിൽ ഒരു സൗഹൃദം, അത് രണ്ടു പേർക്കും വേദനയെ തരുള്ളൂ. അല്ലെങ്കിലും സൗഹൃദം വീണ്ടും ബന്ധങ്ങൾ തുടരാനേ നമ്മളെ പ്രേരിപ്പിക്കുള്ളൂ. ഇനി നമ്മൾ രണ്ട് അപരിചിതർ, അങ്ങനെ മതി, അതേ ശരിയാകുള്ളൂ എന്ന് മിത്ര ആര്യനോട് പറയണം കേട്ടോ. അപ്പം മിത്ര ഈ പറയുന്നതിനൊന്നും ഒരു മറുപടി പോലും ആര്യൻ പറയുന്നില്ലേ. ആര്യന് ഒരുപാട് മോഹങ്ങളുണ്ട്. അതൊക്കെ നടത്തിയെടുക്കണം. ട്രാവൽ ഏജൻസി നടത്തണം. അത് വലിയൊരു ബിസിനസ് ശൃംഖലയാക്കി മാറ്റണം. ഞാൻ എൻ്റെ പാഷനുമായിട്ട് മുന്നോട്ട് പോകും. പോലീസ് ഓഫീസറാകും. അതുകൊണ്ട് ആര്യൻ എന്നെ ഓർത്ത് വിഷമിക്കരുത്. ആര്യന് നല്ല മിടുക്കിയായ സ്മാർട്ടായ ഒരു കുട്ടിയെ കിട്ടും. വിവാഹം ചെയ്യണം. സന്തോഷത്തോടെ ജീവിക്കണം. ഇക്കാര്യങ്ങളൊക്കെ ഞാൻ അപ്പുറത്തിരുന്ന് അറിയുന്നുണ്ടാകും. പിന്നെ നമ്മൾ ഒരുമിച്ച് കട്ടിലിൽ ഉറങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊരു കുറ്റബോധങ്ങളും ആര്യന് തോന്നേണ്ട ഒരാവശ്യമില്ല. ഒരു പെൺകുട്ടിക്ക് ഇനിയും ആര്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു പാടും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ മിത്ര ആര്യനോട് പറയാൻ കേട്ടോ. അപ്പോൾ ആര്യന് മിത്രയുടെ ഈ സംസാരമൊന്നും തീരെ സഹിക്കുന്നില്ല. ഇത്ര വേഗം തന്നെ മറന്ന് പോകാനായിട്ട് സാധിക്കും എന്നൊരു ചിന്തയാണ് ആര്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഈ വേർപിരിയൽ നമ്മളും ആഗ്രഹിച്ചതാവണം. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും കരയാത്തത് എന്ന് മിത്ര ആര്യനോട് പറയാണ്. ശരി ആര്യ, എന്നാൽ പിന്നെ ഗുഡ് ബൈ, ഞാൻ ഇറങ്ങുക എന്ന് പറയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ടിട്ടും ആര്യൻ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. മിത്ര ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഒരിക്കൽ പോലും ആര്യൻ വിചാരിച്ചിരുന്നില്ല. പെട്ടെന്ന് മിത്രയുടെ കയ്യിൽ കയറി പിടിക്കാനായിട്ട് ആര്യൻ ശ്രമിക്കും. പക്ഷേ അത് കാണാതെ മിത്ര ആര്യൻ്റെ മുന്നിലൂടെ തന്നെ കടന്നു പോവുക. ആര്യന് വല്ലാത്തൊരു നിർവികാരതയാണ് കേട്ടോ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്നത്. എന്തു പറഞ്ഞ് മിത്രയെ പിടിച്ചു നിർത്തണമെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ
ഒന്നും മനസ്സിലാകാത്ത വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ആര്യൻ കടന്നു പോകുന്നത്. പെട്ടെന്ന് എല്ലാവരും ഇത്ര എന്ത് തീരുമാനം എടുക്കുമെന്നറിയാതെ കൃഷ്ണമംഗലത്തുള്ളവരും ദേവമംഗലത്തുള്ളവരും ഒക്കെ തന്നെ പുറത്ത് നിൽപ്പുണ്ട്. മീനു ഇടയ്ക്കിടയ്ക്ക് വാതിലിനകത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. മിത്ര വരുന്നുണ്ടോ, എന്താണ് അവളുടെ തീരുമാനം എന്നൊക്കെ അറിയാനായിട്ട്. പെട്ടെന്നാണ് മിത്ര ഇറങ്ങി വരുന്നത് കാണുന്നത്. മിത്ര ഇറങ്ങി അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ ആകെ ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. ആര്യനും മിത്രയ്ക്കും ഇടയിലുള്ള സകല പ്രശ്നങ്ങളും നമ്മുടെ മീനാക്ഷിക്ക് അറിയാലോ. പെട്ടെന്ന് നന്ദിത ചോദിക്കും, പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നില്ലേ, എന്നാ വാ നമുക്ക് പോകാം എന്ന് നന്ദിത മിത്രയോട് പറയാണ് കേട്ടോ. അപ്പം മിത്ര അവിടെ തന്നെ നിൽക്കുക. വാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നന്ദിത മിത്രയുടെ കയ്യിൽ കയറി വീണ്ടും പിടിക്കേ. അപ്പോൾ അനങ്ങാതെ അവിടെ പാറ പോലെ മിത്ര നിൽക്കുക. ഇപ്പം തന്നോട് പറഞ്ഞതൊക്കെ വെറുതെ ആണോ അതോ മിത്ര ശരിക്കും പോവോ എന്നൊന്നും അറിയാതെ വീണ്ടും ആര്യനാണ് മിത്രയുടെ പിന്നാലെ വരിക. മോള് വാ, ഇങ്ങനെ പ്രതിമ പോലെ നിന്നാൽ എങ്ങനെയാ, വാ നമുക്ക് പോകാം എന്ന് വീണ്ടും നന്ദിത മിത്രയോട് പറയാൻ കേട്ടോ. അപ്പം എല്ലാവരും മിത്ര എന്ത് തീരുമാനം എടുക്കുമെന്നറിയാതെ പേടിച്ച് നിൽക്കുക. പക്ഷെ നന്ദിത വലിച്ചിട്ട് നമ്മുടെ മിത്ര വരുന്നില്ല കേട്ടോ. എന്നിട്ട് നന്ദിതയുടെ കൈ പതിയെ വിടുവിപ്പിക്കും. എന്താ മോളെ, എന്താ നിനക്ക് പറയാനുള്ളത്, നീ എന്താ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മിത്ര ഒന്നും മിണ്ടാതെ നിൽക്കുക. ഗോമതിയും ബാലനും ഒന്നും ഇതിലൊരു അഭിപ്രായവും പറയാതെ മിത്രയുടെ തീരുമാനത്തിനായിട്ട് വിട്ടു നിൽക്കുക. ഗോമതിക്ക് അതിൽ നല്ലൊരു അമർഷമുണ്ട്. മിത്രേ, നീ ഇതെന്താ കാണിക്കുന്നേ എന്നപ്പം നന്ദിത ചോദിക്കുക. അച്ഛനും അമ്മയും ചെറിയച്ഛനും ചെറിയമ്മയും ഒക്കെ എന്നെ കാണാൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് മിത്ര അവരോട് പറയാം. ഇത്രയും നാളുകൾക്ക് ശേഷം അച്ഛനും അമ്മയും മിത്ര എന്ന് ഒന്ന് വിളിക്കുന്നത് തന്നെ എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയൊക്കെ മതി അമ്മ എന്ന് പറയാം. നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് മോളെ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞങ്ങൾ വന്നത് എന്ന് അനന്തൻ അപ്പോൾ പറയാം. ഇനി നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ തനിച്ചല്ല, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറയാം. അതോടെ കേൾക്കുമ്പം ആര്യനാണെങ്കിൽ തല കുനിച്ച് നിൽക്കുക. അച്ഛനിപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് താങ്ങായും തണലായും എന്ത് പ്രശ്നം വന്നാലും കൂടെ ഉണ്ടാകുമെന്ന്. ആ വാക്ക് മാത്രം മതി അച്ഛാ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ എന്ന് നമ്മുടെ മിത്ര പറയുകയാണേ. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം തോന്നുക. അച്ഛനും അമ്മയും പൊയ്ക്കോ, ഞാൻ വരുന്നില്ല എന്ന് മിത്ര പറയാം. അത് കേൾക്കുമ്പം ആര്യന് ഒരുപാട് സന്തോഷം തോന്നുക. പോകാനോ? അപ്പം പെട്ടെന്ന് അച്യുതൻ പറയും, അങ്ങനെ പോകാനല്ല ഞങ്ങൾ വന്നത്, നിന്നെ കൂട്ടിക്കൊണ്ടേ ഞങ്ങൾ പോകൂ എന്ന് പറയാം. നിനക്ക് വല്ല സർട്ടിഫിക്കറ്റോ വല്ലതും എടുക്കാനുണ്ടെങ്കിൽ പോയി എടുത്തോ, എന്നിട്ട് വേഗം വാ അച്യുത എന്ന് അപ്പം ബാലൻ വിളിക്കുക. മിത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കൂടെ വരും, ഇഷ്ടമില്ലെങ്കിൽ അവളെ ആരും ഇവിടുന്ന് കൂടെ കൊണ്ടുപോകില്ല. എടോ, തൻ്റെ മോളെ താൻ പിടിച്ചോണ്ട് വന്നില്ലേ എന്ന് വീണ്ടും ചോദിക്കാൻ കേട്ടോ അച്യുതൻ. മിത്ര കൃഷ്ണമംഗലത്തെ കുട്ടിയാ, അവളുടെ കാര്യം കൃഷ്ണമംഗലത്തുള്ളവരെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചോളാം. ഗോമതി സ്റ്റോർ ബാലൻ വായും പൊത്തി മിണ്ടാതെ നിന്നാൽ മതി അച്യുത എന്ന് അപ്പോൾ ബാലൻ വിളിക്കുക. മിത്ര കൃഷ്ണമംഗലത്തെ കുട്ടിയാണ്, സമ്മതിച്ചു. പക്ഷേ അവളിപ്പോൾ എൻ്റെ മരുമകളാ. എൻ്റെ മരുമകളുടെ കാര്യത്തിൽ അവളുടെ ഇഷ്ടത്തിനെതിരായി ഒന്നും നടക്കില്ല എന്ന് ബാലൻ പറയാം. നടത്താൻ നിനക്കൊട്ട് പറ്റുകയും ഇല്ല എന്ന് വീണ്ടും പറയണേ. പെട്ടെന്ന് മിത്ര പറയും, അങ്കിളെ വേണ്ട, ഒരു വഴക്കും വേണ്ട, എൻ്റെ പേരിൽ ആരും വഴക്കം ഉണ്ടാക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് പറയാനുള്ളത് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയാം. പെട്ടെന്ന് അനന്തം പറയും, അച്യുത നീ ഒന്ന് അടങ്ങ്, ഇവൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് കേൾക്കട്ടെ എന്ന് അനന്തം പറയും. മിത്രേ, നീ എന്തിനാ മോളെ ഇവിടെ നിൽക്കുന്നത്? നിങ്ങളുടെ വിവാഹം പോലും നടന്നിട്ടില്ല, എന്നെ പേടിച്ചിട്ടല്ലേ നീ ഈ വീട്ടിലേക്ക് വന്നത്. അപ്പം ഞാൻ തന്നെ വന്ന് വിളിക്കുമ്പം എന്ത് ന്യായം പറഞ്ഞിട്ടാ നീ വീണ്ടും ഇവിടെ നിൽക്കുന്നത് മോളെ? എനിക്കത് അറിയേണ്ടത് എന്ന് അനന്തൻ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അച്യുതൻ പറയും, അനുശ്രീ ഇവർ കൂട്ടിക്കൊണ്ടു പോയില്ലേ, അവളുടെ തന്ത വന്ന് വിളിച്ചപ്പം അവൾ കൂടെ പോയി, അതുപോലെ നീയും ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ എന്ന് പറയും. അപ്പം മിത്ര പറയും, ചെറിയച്ച അനുശ്രീയുടെ കഥയും എൻ്റെ കഥയും ഒരുപോലെയാണെന്ന് നിങ്ങൾ ആരും കരുതരുത് എന്ന് പറയാം. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് അച്യുതൻ ചോദിക്കുക. വ്യത്യാസം ഉണ്ട് ചെറിയച്ച എന്ന് അപ്പം മിത്ര പറയാം. അനുശ്രീ ഈ കുടുംബത്തിൻ്റെ മാന രക്ഷിക്കാൻ വേണ്ടിയാ സ്വന്തം കഴുത്തിൽ താലി അണിഞ്ഞ് കൃഷ്ണമംഗലത്തേക്ക് മരുമകളാന്നും പറഞ്ഞ് അവൾ വന്നത്. ഞാനും ഒരു അർത്ഥത്തിൽ അത് തന്നെയാണ് ചെയ്തത്. എൻ്റെ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയാ ആര്യനെ ഞാനും വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചത് എന്ന് മിത്ര അവിടെ നിന്ന് എല്ലാവരോടായിട്ട് പറയാം. പക്ഷേ ഒരു വ്യത്യാസമുണ്ട് എന്ന് വീണ്ടും പറയാം. അനുശ്രീ സ്വയം താലി അണിഞ്ഞു എന്ന് പറയാണ്. പക്ഷെ ഞാൻ സ്വയം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതല്ല, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ആര്യന, അതും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച്.
അനുശ്രീ ഭയന്നാണ് ആ പ്രവൃത്തി ചെയ്തത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ആരിൻ്റെ കൈ പിടിക്കാൻ സമ്മതിച്ചത് എന്ന് എല്ലാവരോടുമായിട്ട് പറയാം. അത് കേൾക്കുന്ന അച്യുതന് നല്ല ദേഷ്യം വരിക. എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്, അല്ലാതെ ആരും എന്നെ നിർബന്ധിച്ചു കൊണ്ടു വന്നതല്ല. ഈ വീട്ടിലെ മരുമകളായി ജീവിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമായിരുന്നു. എന്നെ ആരും അതിനൊന്നും നിർബന്ധിച്ചിട്ടില്ല എന്ന് പറയാം. പിന്നെ ഞാനും ആര്യനും ഗുരുവായൂരിൽ വെച്ചിട്ടാണ് വിവാഹം നടന്നിട്ടുള്ളത്. ആ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് എന്ന് മിത്ര വീണ്ടും പറയാം. അത് കേൾക്കുന്ന അച്യുതൻ പറയും, ആ രജിസ്റ്റർ ചെയ്തതൊന്നും നീ നോക്കണ്ട എൻ്റെ മിത്രേ. ഒരു ഡിവോഴ്സ് നോട്ടീസ് അങ്ങ് നൽകിയാലേ ആ വിവാഹം അങ്ങ് റദ്ദായിക്കോളും. പെട്ടെന്ന് ഗോമതി ചോദിക്കും, അജുവേട്ട നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കാനോ എന്ന് ഗോമതി ചോദിക്കാം. ദേ, നിങ്ങൾക്ക് ഈ ബന്ധം നശിപ്പിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഏതു ബന്ധം എന്ന് അച്യുതൻ ചോദിക്കാം. അനന്തൻ പറയും, അച്യുത മതി എന്ന് പറയാണ്. മിത്രേ, നിനക്കിഷ്ടമില്ലാത്തൊരു ജീവിതം നീ ജീവിക്കേണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വിളിക്കുന്നത് എന്ന് നന്ദിത വീണ്ടും പറയാണ് കേട്ടോ. മോളെ, നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് മടങ്ങി വാ. അമ്മേ, ഈ വീട്ടിലേക്ക് വന്ന ദിവസം മുതൽ എൻ്റെ മനസ്സും ഇപ്പോഴത്തെ എൻ്റെ മനസ്സും ഒരുപോലെ അല്ല. എൻ്റെ മാനസികാവസ്ഥ ഒരുപാട് മാറി. ഞാനും ആര്യനും ഇവിടെ വന്ന ദിവസം കൃഷ്ണമംഗലത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു ഈ വീട്ടിലും 100 പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് മിത്ര പറയണം. പക്ഷേ ഒരാൾ പോലും എന്നെ കുറ്റപ്പെടുത്തി ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ആരും എന്നെ ശകാരിച്ചിട്ടുമില്ല. ഇവിടുത്തെ അനുസരിക്ക് നൽകുന്ന സ്നേഹവും പരിഗണനയും ഒക്കെ എനിക്ക് നൽകിയിട്ടുള്ളത്. അന്നു മുതൽ ഇന്ന് വരെ ഇവിടെയുള്ള എല്ലാവരും, അപ്പച്ചിയായാലും അങ്കിളായാലും എല്ലാവരും സ്വന്തം മകൾ അനുസരിക്ക് നൽകുന്ന അതേ സ്നേഹവും എനിക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്നെ നോക്കുന്നത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ അനുവിനും അതുപോലെ മീനുവിനൊക്കെ ഒരുപാട് സന്തോഷം തോന്നുക. ആര്യൻ്റെ മനസ്സും ഒന്ന് മാറുകയാണ് കേട്ടോ, ഒരു സമാധാനമാവുക. ഈ വീട്ടിലേക്ക് വന്ന ദിവസം ഒരുപാട് ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു പെണ്ണായിരുന്നു അച്ഛാ. ഞാൻ ശത്രുവായി കണ്ടൊരു കുടുംബം. എൻ്റെ മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, എൻ്റെ ഭാഗം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എനിക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. എന്നെ സഹായിക്കാനും സ്നേഹിക്കാനും എൻ്റെ അപ്പച്ചിയുണ്ട് എന്ന് മിത്ര പറയണം. അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് ഒരുപാട് അഭിമാനം തോന്നുക. എൻ്റെ കണ്ണ് നിറഞ്ഞ എന്താ മോളേന്ന് ചോദിക്കാൻ അങ്കിളുണ്ട്. അങ്ങനെ എനിക്ക് ചുറ്റും ഒരു സ്നേഹവലയം തന്നെ ഉണ്ട്. എൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവയ്ക്കാൻ എൻ്റെ ഏടത്തിമാരുണ്ട്. അത് കേൾക്കുന്ന മീനുവിനും സന്തോഷമാവാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല അമ്മേ, എനിക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. അതിനെല്ലാം ഉപരി എന്നെക്കുറിച്ച് എനിക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ട ദിവസങ്ങളിൽ എനിക്ക് പ്രതീക്ഷ നൽകിയ, എല്ലാം കൈവിട്ടു പോകുമെന്ന് ഞാൻ പേടിച്ച് വിറച്ച് നടന്ന ദിവസങ്ങളിൽ എനിക്കൊരു പ്രതീക്ഷ നൽകി എൻ്റെ കൈവിടാതെ കൂടെ നിന്ന എൻ്റെ ആര്യനുണ്ട് എന്ന് പറയാം. അത് കേൾക്കുമ്പം ആര്യന് ഒരുപാട് സന്തോഷം തോന്നുകയാണ് കേട്ടോ. ആര്യൻ്റെ കണ്ണ് നിറയാ. ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉള്ളപ്പം മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല അച്ഛാ എന്ന് മിത്ര കരഞ്ഞുകൊണ്ട് നന്ദിതയും അനന്തനെയും ബോധ്യപ്പെടുത്തുക. ഈ വീട്ടിൽ ഞാൻ ഒരിക്കലും ഒരന്യയല്ല. ഇതാണ് എൻ്റെ കുടുംബം. ഇവിടെ ഉള്ളവരെല്ലാം എൻ്റെ സ്വന്തമാണ്. ഇവിടെ സന്തോഷമായിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഇതുപോലെ തന്നെ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹവും എന്ന് പറയാം. ഈ വീടും ഇവിടെ ഉള്ളവരും ഇവരാരും വിട്ട് എനിക്ക് വരാനായിട്ട് സാധിക്കില്ല. ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് മിത്ര തീർത്ത് പറയാം. അത് കേൾക്കുമ്പം അനന്തിൻ്റെ മനസ്സ് നിറയാണ് കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് ഗോമതി പറയും, അനന്തേട്ടാ, നന്ദിതേ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാം. മിത്ര ഞങ്ങൾ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും കൃഷ്ണമംഗലത്തേക്ക് വരാൻ. അവിടെ ഇഷ്ടത്തിനെതിരായി ഈ വീട്ടിൽ ഒരു ദിവസം പോലും ഞങ്ങൾ ആരും നിർത്തിയിട്ടുമില്ല. അങ്ങനെ ഒരിക്കലും കരുതരുത് എന്ന് ഗോമതി പറയാണ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകണമെന്ന് മിത്ര പറഞ്ഞ അവൾക്ക് പോകാനായിട്ട് ഈ വീടിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ആദ്യത്തെ ആള് ഈ ഞാനായിരിക്കും എന്ന് ഗോമതി പറയാണ്. ഒരിക്കലും അവളെ നിർബന്ധിച്ച് ഞാനിവിടെ പിടിച്ചു വെക്കില്ല. പക്ഷേ ഇവിടെ നിൽക്കണമെന്നുള്ളത് മിത്രയുടെ തീരുമാനമാണ്. അതിനെ എതിർത്തുകൊണ്ട് നിങ്ങൾ പിടിച്ചുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കുടുംബത്തിൽ ജീവിക്കണം എന്നുള്ളതും മിത്രയുടെ മാത്രം തീരുമാനമാണ്. അങ്ങനെയുള്ളപ്പം ആ തീരുമാനത്തിനെതിരായിട്ട് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ആരും ഞാൻ അനുവദിക്കില്ല എന്ന് ഗോമതി തീർത്ത് പറയാം. കാരണം മിത്ര നിങ്ങളുടെ മകൾ മാത്രമല്ല, ഈ വീടിൻ്റെ മരുമകൾ കൂടിയാണ്. അതെന്തേ നിങ്ങൾ ഓർക്കുന്നില്ല? ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമാണ്. ആ സ്ഥാനത്തിന് അർഹിക്കുന്ന ബഹുമാനവും സംരക്ഷണവും അവൾക്കിവിടെ കിട്ടുകയും ചെയ്യും എന്ന് പറയാം. പെട്ടെന്ന് അച്യുതന് കാര്യമൊന്നും നടന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി കൃഷ്ണമംഗലത്തേക്ക് പോവുക. രാജശ്രീയും വിളിക്കും, വാടി, ഇനി ഇവിടെ നിന്ന് എന്ത് കാഴ്ച കാണാനാ എന്നും ചോദിച്ചുകൊണ്ട്. അപ്പം അനന്തനും അത് കാണുന്നുണ്ട് കേട്ടോ.
അനന്തേട്ട എന്ന് പറഞ്ഞ് ഗോമതി വിളിക്കുക. നന്ദിതേ, ദേ ഞാനൊരു കാര്യം പറയാം. ഇത്രയോർത്ത് നിങ്ങൾ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കണ്ട. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം അവൾക്ക് ഒരു കുറവും ഇവിടെ വരത്തില്ല എന്ന് ഗോമതി തീർത്തു പറയാം. അത് കേൾക്കുന്ന മിത്രയും ചിരിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയും നോക്കുക. ഞാൻ നിങ്ങളെ അപമാനിച്ചു എന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത് എന്ന് പറയാം. എനിക്ക് വേണ്ടി നിങ്ങൾ വന്നല്ലോ, ഇവിടെ നിൽക്കുന്നതാ എനിക്ക് സന്തോഷം എന്ന് മിത്ര വീണ്ടും പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന അനന്തനും നന്ദിതയും പരസ്പരം നോക്കുക. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഇടയ്ക്കെങ്കിലും എന്നെ ഒന്ന് കാണാൻ വാ, എന്നെ ഒന്ന് ഫോൺ വിളിക്കുക, ഇതൊക്കെ മതി. എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് തിരക്ക്. ഇതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മോളെ എന്നൊന്ന് വിളിച്ച് ഒന്ന് ചേർത്ത് പിടിക്ക്, എന്നെ മകളായിട്ട് കാണ്, അത്രയും മതി, അതുമാത്രം മതി, കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞ് മിത്ര അവിടെ നിന്ന് കരയുക. അത് കാണുന്ന ആരിനും ഒരുപാട് സന്തോഷം തോന്നുകയാണ് കേട്ടോ. മിത്ര തന്നെ ഒന്ന് പേടിപ്പിച്ചെങ്കിലും തന്നെ ഉപേക്ഷിച്ച് അവൾക്കൊരിക്കലും പോകാൻ സാധിക്കില്ല എന്ന് ആരിനും ബോധ്യം വരിക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ.